പയ്യന്നൂർ ബോംബേർ TP കേസ് പ്രതികളുടെ പരോളിനെ ചൊല്ലി ഇളകി മറിഞ്ഞ് നിയമസഭ. കെ രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ ഡയസിലേക്ക് ഇരച്ചു കയറാൻ പ്രതിപക്ഷം ശ്രമിച്ചു. ബഹളം കനത്തതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഈ രാഷ്ട്രീയ യുദ്ധത്തിനിടെ പെരിയ ഇരട്ടക്കൊലക്കേസിലെ 10ാം പ്രതി രഞ്ജിത്തിന് പരോൾ അനുവദിച്ചു. 3 മാസത്തിനിടെ 2ാം തവണയാണ് പരോൾ കിട്ടുന്നതെങ്കിലും സ്വാഭാവിക നടപടിയാണെന്ന് ജയിൽ വകുപ്പ് വിശദീകരിച്ചു. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ പ്രതി VK നിഷാദ് പരോളിൽ ഇറങ്ങിയതും TP കേസ് പ്രതികൾക്ക് തുടർച്ചയായി പരോൾ കിട്ടുന്നതും ചൂണ്ടിക്കാട്ടിയാണ് KK രമ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ നോട്ടീസ് പോലും പരിഗണിക്കാൻ സ്പീക്കർ കൂട്ടാക്കിയില്ല. ഉടനടി ഇന്നെന്താ ചർച്ചയില്ലേ എന്ന് മുൻകൂർ തയ്യാറാക്കിയ ബാനറുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി. അനുമതി കിട്ടില്ലെന്നുറപ്പുള്ള നോട്ടീസുമായി വന്ന പ്രതിപക്ഷം ബഹളമുണ്ടാക്കാൻ ആസൂത്രിതമായി ശ്രമിക്കുകയാണെന്ന് AN ഷംസീർ ആരോപിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അറിയാം ഈ വിഷയം ചർച്ചയ്ക്ക് നോക്കൂ, പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ലെന്ന്. കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുകയാണ്. അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. ഡയസിന് മുകളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച പ്രതിപക്ഷാംഗങ്ങളെ മന്ത്രി MP രാജേഷ് പരിഹസിച്ചു. വസ്ത്രം ഉരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ PK ബഷീറിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹത്തെ താങ്ങണം, അദ്ദേഹത്തിന്റെ ഉടുമുണ്ട് കാക്കണമെന്നാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയുടെ പേര് പരാമർശിച്ചായിരുന്നു V ശിവൻകുട്ടിയുടെ ഇന്നത്തെയും പ്രഹരം. വിരട്ടാൻ വരേണ്ടെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നിരയെ മന്ത്രി വെല്ലുവിളിച്ചു. സർ, സഭയിലെ ഒരു മുദ്രാവാക്യം വിളിക്കുക, പ്രതിഷേധിക്കുക എന്തുകൊണ്ട് ചെയ്തോട്ടെ? മന്ത്രിമാർ ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വരട്ടാൻ വേണ്ടി വരണ്ട, ഭരണപക്ഷത്തെ വരട്ടാൻ വേണ്ടി വരണ്ട. ഞങ്ങളെല്ലാം ഓടുപത്തിറങ്ങിയവരല്ല, ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരം ജയിച്ചു വന്നവരാണ്. അത് നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നൊന്നും പറയുന്നു വേണ്ട. ശബരിമല വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതെ പ്രതിപക്ഷം ഇറങ്ങിയോടിയത് മടിയിൽ സ്വർണത്തിന്റെ കനമുള്ളതുകൊണ്ടാണെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടായിരുന്നു. കടുത്ത ബഹളത്തിന് പിന്നാലെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. രാഷ്ട്രീയ കേസുകളിലെ പ്രതികളെ ഭയന്നാണ് CPIM ജീവിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പയ്യന്നൂരിൽ പോലീസിനെ സ്റ്റീൽ ബോംബെറിഞ്ഞ് കൊല്ലാൻ മടിക്കാത്ത, അതിനുവേണ്ടി ശ്രമിക്കാൻ മടിക്കാത്ത പ്രതികളെ വീണ്ടും ജയിലിൽ നിന്ന് പരോളിൽ ഇറക്കി വിടുന്നത് വീണ്ടും കുഞ്ഞുകൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഗൗരവമായ സംശയം പയ്യന്നൂരിൽ നിലനിൽക്കുകയാണ്. അപ്പോഴും സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവിനെതിരായ കടന്നാക്രമണം ഭരണപക്ഷം തുടർന്നു. V ശിവൻകുട്ടിയെ പ്രതിരോധിച്ചായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസംഗം. ശിവൻകുട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു സർവ്വവിജ്ഞാനകോശമല്ല സർ. മാസത്തിൽ 60 പുസ്തകമൊന്നും വായിച്ച് വലിയ പണ്ഡിതനൊന്നും ആകാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കാറില്ല. ശിവൻകുട്ടി ഒരു സാധാരണ പൊതുപ്രവർത്തകനും ജനസേവകനും മാത്രമാണ്. സഭാ സമ്മേളനം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിനാൽ സഭാതലം കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.